ഹായ് ഓൾ, വെൽക്കം ടു ഏസിയർ എക്സാംസ്. ഈ വീഡിയോയിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൽ തേർഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ്. നമ്മുടെ സിലബസിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന രണ്ട് ഏരിയാസാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങും ഒമ്നി ചാനൽ മാർക്കറ്റിംഗ്. ഇത് രണ്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So first, influencer marketing. Influencer marketing is a type of digital marketing where businesses collaborate with influencers, that is individuals who have a strong online presence and a large number of followers to promote their products or services. അപ്പോൾ ഒരു ബിസിനസ് അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് സെലിബ്രിറ്റീസ് ആവാം, ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആവാം, ബ്ലോഗേഴ്സ് ആവാം, സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റീസ് ആവാം. അവർക്ക് ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ഫോളോവേഴ്സ്, അവരെ ഫോളോ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരെയാണ് ഇൻഫ്ലുവൻസേഴ്സായിട്ട് കണക്ക് കൂട്ടുന്നത്. സോ ഇൻഫ്ലുവൻസേഴ്സ് വേരിയസ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് മെഗാ ഇൻഫ്ലുവൻസർ. മെഗാ ഇൻഫ്ലുവൻസേഴ്സ് ആർ സെലിബ്രിറ്റീസ് ഓർ ഇൻഡിവിജ്വൽസ് വിത്ത് over 1 million ഫോളോവേഴ്സ്. 1 മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെയാണ് മെഗാ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. മാക്രോ ഇൻഫ്ലുവൻസേഴ്സ് 100K to 1 million ഫോളോവേഴ്സ് ഉള്ളവർ. മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് 10K to 100K ഫോളോവേഴ്സ് ഉള്ളത്. ചെറിയ ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളവരാണ് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ്. നാനോ ഇൻഫ്ലുവൻസേഴ്സ് ഫ്യൂർ ദാൻ 10Kയിൽ കുറവ് ഫോളോവേഴ്സ് ഉള്ളവരെയാണ്. അവർക്ക് സ്ട്രോങ് പേഴ്സണൽ കണക്ഷൻസ് ഉണ്ടാവും അവരുടെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുമായിട്ട്. സോ ഇങ്ങനെ ആണ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ടൈപ്സിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് വൺ ഈസ് കൊളാബറേഷൻ ബേസ്ഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു ഇൻഫ്ലുവൻസറുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ബ്രാൻഡ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ്. ബ്രാൻഡുകളും ഇൻഫ്ലുവൻസേഴ്സും തമ്മിൽ ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുന്നു. Then, trust and authenticity. Audiences often trust influencers more than traditional advertisement. നമ്മൾ ട്രഡീഷണലി അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആവുക, അല്ലെങ്കിൽ ഓഡിയൻസ് കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് നടത്തുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ മീഡിയ ഫോക്കസ്ഡ്. ദാറ്റ് ഈസ് മോസ്റ്റ്ലി ക്യാരിഡ് ഔട്ട് ത്രൂ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക് എക്സെട്ര. അപ്പം ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മെയിനായിട്ടും നടത്തുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ദെൻ ടാർഗറ്റഡ് റീച്ച്. ഇൻഫ്ലുവൻസേഴ്സ് ഹെൽപ്പ് ബ്രാൻഡ്സ് ടു റീച്ച് സ്പെസിഫിക് ഓഡിയൻസസ് ബേസ്ഡ് ഓൺ ഇൻട്രസ്റ്റ്, ഏജ് ഗ്രൂപ്പ് ഓർ ടൈപ്സ്. ദാറ്റ് ഈസ് ടാർഗറ്റഡ് റീച്ചാണ്. ദാറ്റ് ഈസ് ആരെയാണോ ഇൻഫ്ലുവൻസേഴ്സ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസറിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും. സോ അവരെ നമുക്ക് അല്ലെങ്കിൽ ഒരു മാർക്കറ്റർക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ കോണ്ടൻറ് ഡ്രിവൺ, ടു-വേ കമ്മ്യൂണിക്കേഷൻ, പെർഫോമൻസ് മെഷറബിൾ. പെർഫോമൻസസ് ഒക്കെ മെഷർ ചെയ്യാൻ അനലിറ്റിക്സ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ വെറൈറ്റി ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ആർ അവൈലബിൾ. സോ നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ആരാണോ അവരിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദീസ് ആർ സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. നെക്സ്റ്റ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ്: ബിൽഡ്സ് ട്രസ്റ്റ് ആൻഡ് ക്രെഡിബിലിറ്റി, ഹെൽപ്സ് റീച്ച് ടാർഗറ്റ് ഓഡിയൻസസ് ഇഫക്റ്റീവ്ലി. നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഓഡിയൻസിലേക്ക് ഇഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻക്രീസസ് ബ്രാൻഡ് അവെയർനെസ് ആൻഡ് എൻഗേജ്മെൻറ്റ്, പ്രൊവൈഡ് ഓതൻറ്റിക് കോണ്ടൻറ്റ് ഫോർ മാർക്കറ്റിംഗ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് മെയിനായിട്ട് പറയാനാണെങ്കിൽ സംടൈംസ് ഇറ്റ് ക്യാൻ ബി എക്സ്പെൻസീവ്. വലിയ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ അവർക്ക് ഹൈ കോസ്റ്റ് ആയിരിക്കും പറയേണ്ടാവുക. സോ എക്സ്പെൻസീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ റിസ്ക് ഓഫ് ഫേക്ക് ഫോളോവേഴ്സ്. ഫേക്ക് ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ ഫോളോവേഴ്സ് ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡിഫിക്കൽട്ട് ടു മെഷർ എക്സാക്റ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. കൃത്യമായ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഡിഫിക്കൽട്ടാണ്. ഇതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത്. നമ്മുടെ നെക്സ്റ്റ് ഏരിയയാണ് ഒമ്നി ചാനൽ മാർക്കറ്റിംഗ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ട്രെൻഡാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡാണ് ഒമ്നി ചാനൽ മാർക്കറ്റിംഗ്. സോ ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ദാറ്റ് ഇൻ്റഗ്രേറ്റ്സ് ഓൾ മാർക്കറ്റിംഗ് ചാനൽസ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ടു ക്രിയേറ്റ് എ സീംലെസ് ആൻഡ് യൂണിഫൈഡ് കസ്റ്റമർ എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഏരിയാസിൽ ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജീനെയാണ് ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. It ensures that whether a customer interacts with a brand through a website, mobile app,
physical store, email or social media, the experience and message remain consistent and connected. അതായത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന് വേരിയസ് ഏരിയാസിലൂടെ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പോയാലും അവർക്ക് വാട്സപ്പിലൂടെ കണക്ട് ചെയ്താലും വേറെ ഏത് സോഷ്യൽ മീഡിയ ഏരിയാസിലൂടെ കണക്ട് ചെയ്താലും ഒരു അവരുടെ തന്നെ ഫിസിക്കൽ സ്റ്റോറിൽ പോയാലും ഇമെയിലൂടെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. എല്ലായിടത്തും ഒരേ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സും ഒരേ ടൈപ്പ് ഓഫ് പ്രൈസും ഓഫേഴ്സും അതുപോലെ തന്നെ എല്ലാം ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ളതിനാണ് ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദീസ് ആർ ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഇൻ്റർ കണക്റ്റഡ്. നമ്മൾ വെബ്സൈറ്റിലൂടെ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഫിസിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അങ്ങനെ ഒരു ഇൻ്റർ കണക്ഷൻ കൂടെ ഉണ്ട് ഈ ഒമ്നി ചാനൽ മാർക്കറ്റിങ്ങിനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒമ്നി ചാനൽ മാർക്കറ്റിംഗ്. ഒന്നാമത്തത് കസ്റ്റമർ സെൻട്രിക് അപ്രോച്ചാണ്. ദാറ്റ് ഈസ് കസ്റ്റമേഴ്സിന് മാക്സിമം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇൻറ്റഗ്രേഷൻ ഓഫ് ചാനൽസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേരിയസ് ചാനൽസ് ഉണ്ടാവും, വെബ്സൈറ്റ് ഉണ്ടാവും, സോഷ്യൽ മീഡിയ ഉണ്ടാവും, ഫിസിക്കൽ സ്റ്റോർ ഉണ്ടാവും. ഇതെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദെൻ കൺസിസ്റ്റൻസി. എല്ലാ പ്ലാറ്റ്ഫോമിലും യൂണിഫോം ബ്രാൻഡ് മെസ്സേജ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഡാറ്റ ഡ്രിവൺ. ഇവർ മെയിനായിട്ടും കസ്റ്റമർ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് പേഴ്സണലൈസ്ഡ് മെസ്സേജസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ദെൻ ക്രോസ് ഡിവൈസ് കമ്പാറ്റബിലിറ്റി മീൻസ് നമുക്ക് മൊബൈൽ യൂസ് ചെയ്തിട്ടാണെങ്കിലും ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇൻസ്റ്റോർ പോയിട്ടാണെങ്കിലും ഒരേ സർവീസ് തന്നെയായിരിക്കും അല്ലെങ്കിൽ ഒരേ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ദെൻ റിയൽ ടൈം ഇൻട്രാക്ഷൻ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. സോ ദീസ് ആർ സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുമ്പം അഡ്വാൻറ്റേജസിൽ മെയിനായിട്ടും കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇംപ്രൂവ്സ് കസ്റ്റമർ എക്സ്പീരിയൻസ്. ദെൻ ഇൻക്രീസസ് ബ്രാൻഡ് ലോയൽറ്റി, ഹയർ സെയിൽസ് ആൻഡ് കൺവേർഷൻസ്, ബെറ്റർ ഡാറ്റ ഇൻസൈറ്റ്സ്. ദീസ് ആർ സം ഓഫ് ദ മെറിറ്റ്സ്. ഡിമെറിറ്റ്സിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കോസ്റ്റാണ്. നോർമൽ ഒരു മാർക്കറ്റിങ്ങിനെക്കാട്ടിലും കോസ്റ്റ്ലി ആയിരിക്കും. ഹൈ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ മാനേജ്മെൻറ്റ് കോംപ്ലക്സ് മാനേജ്മെൻ്റ് ആണ്. എല്ലാ ഏരിയാസിനും എല്ലാ പ്ലാറ്റ്ഫോമിലും ഈക്വലി അല്ലെങ്കിൽ ഒരുപോലെ വർക്ക് ചെയ്യണമെങ്കിൽ മാനേജ്മെൻറ്റ് ഈസ് കോംപ്ലക്സ്. ദെൻ ഡാറ്റ പ്രൈവസി ഇഷ്യൂസ്, ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്, ഇതൊക്കെ ഇതിൻ്റെ ഡിമെറിറ്റ്സിൽ വരുന്നതാണ്. ദെൻ നമുക്ക് ലാസ്റ്റ് ഏരിയയിൽ നോക്കാനുള്ളത് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആൻഡ് ഒമ്നി ചാനൽ മാർക്കറ്റിംഗ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ ഡിഫറൻസസും നോക്കി വെക്കുക. സോ ഫസ്റ്റ് തന്നെ മീനിങ് ആണ്. മീനിങ്ങിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മീൻസ് പ്രൊമോട്ടിംഗ് പ്രൊഡക്ട്സ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. ആൻഡ് ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് ഇൻറ്റഗ്രേറ്റിംഗ് ഓൾ മാർക്കറ്റിംഗ് ചാനൽസ് ഫോർ എ യൂണിഫൈഡ് കസ്റ്റമർ എക്സ്പീരിയൻസ്. ദെൻ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ഫോക്കസ് റിലൈസ് ഓൺ പേഴ്സണൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഓഡിയൻസ് ട്രസ്റ്റിലാണ്. ആൻഡ് ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ കൺസിസ്റ്റൻറ്റ് ബ്രാൻഡ് എക്സ്പീരിയൻസ് അക്രോസ് ഓൾ പ്ലാറ്റ്ഫോംസ്. Then objective, influencer marketing is to increase brand awareness and credibility. Omni-channel marketing objective is to provide seamless and personalized customer experience. Then cost in the base influencer marketing depends on ഏത് ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ട് കോസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. ബട്ട് ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് യൂഷ്വലി ഹൈ ആയിരിക്കും കോസ്റ്റ്. ദെൻ മെയിൻ ചാനൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മെയിൻലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ചാനൽസ്. സോ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ എ ഫാഷൻ ബ്രാൻഡ് കൊളാബറേറ്റ്സ് വിത്ത് എ യൂട്യൂബർ ടു റിവ്യൂ ഇറ്റ്സ് പ്രൊഡക്ട്സ്. ഒരു ഫാഷൻ ബ്രാൻഡ് അവരുടെ പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു യൂട്യൂബറുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. ദെൻ ഒമ്നി ചാനൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ the same brand offers a connected shopping experience through app, website and physical store. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫാഷൻ ബ്രാൻഡ് തന്നെ അവർ ഒരു കണക്റ്റഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും ഫിസിക്കൽ സ്റ്റോറിലൂടെയും ഒരുപോലെയുള്ളൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്നതാണ് ഒമ്നി ചാനൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനുള്ളത്. സോ ഈ ഒരു ചെറിയ 2 ടോപ്പിക്സാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആൻഡ് ഒമ്നി ചാനൽ മാർക്കറ്റിംഗ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്